ഹായ് ഓൾ. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് എന്നാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെയേറെ പവർഫുൾ ആയ വ്യക്തിത്വമായിട്ടാണ്. ഒരു സക്സസ്ഫുൾ പേഴ്സൺ തന്നെയാണ്. നിങ്ങളിൽ ധാരാളം കഴിവുകളുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ അതിജീവിച്ച് വളരെയധികം നോളജ് നേടിയവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എക്സ്പീരിയൻസും ധാരാളം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ധാരാളം ഹിഡൻ ടാലൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മറന്നു പോകുന്നു സ്വയം. നിങ്ങൾക്ക് ഇത്രയും കഴിവുകളുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ അതിലോട്ട് കണക്റ്റ് ആവുക. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയേറെ കഴിവുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുക. അതിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് നിങ്ങൾ. അതുപോലെ പവർഫുള്ളാണ്, ലീഡിങ് കപ്പാസിറ്റി ഉള്ളവരാണ്. അത് മനസ്സിലാക്കുക, അതിലേക്ക് ഉയരുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. പിന്നെ നിങ്ങൾ കാശ് വിട്ടുകൊടുക്കാതെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാശ് ചിലവാക്കാനുള്ളതല്ലേ, ചിലവയ്ക്കാലേ അത് തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്കൊരു ഭയപ്പാടോടു കൂടിയാണ് പണത്തിനെ കാണുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഉപയോഗിച്ചാൽ തീർന്നു പോകില്ലേ, തിരിച്ചു വരുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ നിങ്ങളെ അലട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത്തരം ഭയത്തോടെ സമീപിക്കുന്ന നിങ്ങളുടെ അടുത്ത് പണത്തിന് തിരികെ വരാനും തോന്നുകയില്ല കേട്ടോ. നിങ്ങൾ ഭയം മാറ്റിയിട്ട് നന്ദിയോടെ ഓരോ കാര്യങ്ങൾക്കും പണത്തിന് സ്പെൻഡ് ചെയ്തതിനെ ഓർത്തെടുത്ത് ഓപ്പനും ഒക്കെ പറയാൻ നോക്കുക കേട്ടോ, മണിക്ക് വേണ്ടിയിട്ട്. പിന്നെ ടെൻഷൻ മാറ്റുക. പണം താനെ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ ഈ ഭയം ഒന്ന് മാറ്റുക. പിന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ചുമലിലെടുക്കാൻ പറ്റുന്നതിനേക്കാളധികം നിങ്ങൾ ചുമക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എടുത്ത് വെച്ചാൽ പോരെ. ടെൻഷൻ ഫ്രീ ആകാൻ നോക്കുക കേട്ടോ. ഓവർ ബർഡൻ കാരണം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജസ് സൃഷ്ടിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് മാറ്റുക. ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കൂടെ ഉള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ മണി എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക. വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ അതിലോട്ട് പ്ലാൻ ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ ഇതിൻ്റെ മുന്നോട്ട് പോവുകയും വേണം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ അതിൻ്റെ ഒരു 10% ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക കേട്ടോ. പിന്നെ ഇമോഷൻസ്, ഈ പണത്തിനെ അപ്രോച്ച് ചെയ്യുന്ന ഇമോഷൻസ്, അതായത് പെയിന്, ഫിയർ, ടെൻഷൻ, ഇതെല്ലാം നിങ്ങൾ മാറ്റി വെക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി തന്നെ അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ തന്നെ ഓരോ കാശും നിങ്ങളുടെ ഓരോ ആവശ്യം നിറവേറ്റി തരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ചിലവഴിക്കാൻ നോക്കുക. ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാമാണോ ക്യാഷ് കൊണ്ട് നേടിയത് അതിനെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഓരോന്നിനും നന്ദി പറഞ്ഞ് ശീലിക്കുക. 41